ഏറ്റവും പുതിയ വാർത്ത, CPM എല്ലാ ജില്ലകളിലും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കാസർഗോഡ് ഇതിനകം വിശദമായ യോഗം ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരം യോഗങ്ങൾ, അതായത് ഏരിയ തലങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ് നിർദ്ദേശം. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ പാർട്ടി പ്രവർത്തകരുടെ സജീവ സാന്നിധ്യവും ഇടപെടലും ഉറപ്പാക്കുക. അതുവഴി വിശ്വാസികളുമായി പ്രാദേശിക ബന്ധം ശക്തിപ്പെടുത്തുക. രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കുറുക്കുവഴി തന്നെയാണെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. നയപരമായ മാറ്റം, ഇതിപ്പോഴത്തെ വാർത്ത. ഇനി 2013 ഒരു ഫ്ലാഷ് ബാക്ക്. അന്ന് നടന്ന പാർട്ടി പ്ലീനത്തിൽ പാലക്കാടാണ് നടന്നത്. തീരുമാനം എന്തായിരുന്നു എന്നറിയണ്ടേ? പാർട്ടി നേതാക്കളും പ്രവർത്തകരും ക്ഷേത്ര കമ്മിറ്റികളിൽ ഭാരവാഹികളാകുന്നതും വ്യക്തിപരമായി ക്ഷേത്രാചാരങ്ങളിൽ പങ്കെടുക്കുന്നതും വിലക്കിയിരുന്നു. അപ്പോൾ എന്താണ് ഈ നയമാറ്റത്തിന് പിന്നിൽ? എന്താണ് പുതിയ നീക്കത്തിന് പിന്നിൽ? എന്തിനാണ് പെട്ടെന്ന് CPM-ന് ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് പോലും കേൾക്കാത്ത നേതാക്കളുള്ള CPM-ന് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി? അതിന്റെ സാഹചര്യം പെട്ടെന്ന് നമുക്കൊന്ന് മടങ്ങി വരാം. ഒന്ന്, സ്ത്രീ പ്രവേശനം തൊട്ട് തന്നെ തുടങ്ങാം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എങ്ങനെ നടന്നു? സുപ്രീം കോടതി വിധിയെ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അന്നും ഇന്നും CPM നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. നടന്നതെന്താണ്? അവിടെ കയറാൻ വിശ്വാസികളായ ഒരു സ്ത്രീയും തയ്യാറായിരുന്നില്ല. റെഡി ടു വെയിറ്റ് എന്നുറക്കെ പ്രഖ്യാപിച്ചവർ കാത്തിരുന്നപ്പോൾ ഇരുട്ടിന്റെ മറവിൽ പോലീസിന്റെ കാക്കിക്കുപ്പായവും ഗിയറും ധരിപ്പിച്ച് അവിശ്വാസികളായ, വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന 2 പേരെ, പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടേക്ക് കുത്തിക്കയറ്റി വിജയം സ്ഥാപിച്ച് സ്വയം വെങ്കല പ്രതിമയാകാൻ മോഹിച്ചവരുടെ ചെയ്തികളുടെ തിരിച്ചടി തുടർച്ചയായി കിട്ടി. 1. 2, അതിന്റെ മറവിൽ അന്ന് നടന്നത് സ്വർണ്ണക്കൊള്ളയായിരുന്നു എന്നും അയ്യപ്പന്റെ സ്വർണം കടത്താൻ ഉണ്ടാക്കിയ ജഗപുകയും ബഹളവും ആയിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. 3, ഇതിന്റെ കേട് തീർക്കാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അത് ആഗോള ആളില്ലാ സംഗമമായി മാറി. മാത്രമല്ല, അതിന്റെ മറവിലും നടന്നിരിക്കുന്നു തീവട്ടിക്കൊള്ള. ആരൊക്കെയാണ് അകത്തായത്? 1-ാം പേരുകാരൻ A. പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം ആണയിട്ട് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല എന്ന്. ഇപ്പോൾ ഇതാ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നു, അറസ്റ്റിലായ ഉടനെ A. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നത്, നടപടിയെടുക്കാതിരുന്നത് തെറ്റായി പോയി. അത് CPM-ന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിച്ചു എന്ന്. ഇനി മൂന്നാമത്തെ സാമ്പത്തികമായ ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ പാനലിസ്റ്റുകളിലേക്ക് വരാം. സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ വൻതോതിൽ വലിയ ലെവലിൽ, ടോപ്പ് ലെവലിലുള്ള കൊള്ളയ്ക്കും അഴിമതിക്കുമുള്ള വാതിലുകൾ അടഞ്ഞു. പുതിയ സർക്കാർ നിലവിൽ വന്നു. പിന്നെ താഴെത്തട്ടിലുള്ളവർക്ക് ഏക ആശ്രയമായിരുന്നു തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം. അവിടെ ചന്തയിലായാലും പാർക്കിംഗ് സ്പേസിലായാലും അതല്ലെങ്കിൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിലായാലും മറിച്ചു കൊടുത്തും വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തും കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ള ഹാളുകൾ ചുളുവിലയ്ക്ക് മറിച്ചു കൊടുത്ത് അതിൽ നിന്നും ഒക്കെ വെട്ടിപ്പും തട്ടിപ്പുമായി ജീവിച്ചിരുന്ന പ്രാദേശിക ലോക്കൽ നേതാക്കന്മാർക്കും അവരുടെ അണികൾക്കും പിണിയാളുകൾക്കും ഒക്കെ വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഹാലിളകിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വഴിയോ അമ്പലം വിഴുങ്ങാനോ എന്നതാണ് ചോദ്യം. എന്താണ് രഞ്ജിത്ത് അമ്പാടി ഈ പറഞ്ഞ ഈ 13 വർഷത്തെ കാലയളവ് രഞ്ജിത്ത് അമ്പാടി സജീവമായി ഈ മേഖലയിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ളതാണ്. അമ്പലത്തിൽ കയറരുത്, ക്ഷേത്ര ഭാരവാഹിത്വം എടുക്കരുത്, ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ വ്യക്തിപരമായി പങ്കെടുക്കരുത് എന്ന് പറയുന്നവർ ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചതാവാം. അത് ചിലരെ മാത്രം. ദേവിക്ക് ശക്തിയുണ്ടെന്നും അയ്യപ്പൻ കാണിച്ചു തരും, അയ്യപ്പൻ പടം പഠിപ്പിക്കുന്നൊക്കെ പറയുന്ന മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെങ്കിലും എന്തായിരിക്കാം ഈ പുതിയ നീക്കം? എന്തും ചെയ്യാം എന്നാണോ പിടിച്ചു നിൽക്കാൻ വേണ്ടി?